ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതേ 4:30 മണിയായിപ്പം എണിച്ചേക്കുവാണ് ഇടയത്താഴം. അപ്പോൾ 4:30 മണിക്കാണ് ഞങ്ങൾ ഇടയത്താഴം എണിക്കണത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ചോറും തേങ്ങാ ചമ്മന്തി, തോരൻ, ചിക്കൻ കറി എല്ലാം ഇക്കാക്ക് എടുത്ത് വെച്ചേക്കുവാണ്. അങ്ങനെ ഞാൻ കടും ചായ തിളപ്പിച്ചു. പാൽ നമുക്ക് നിർബന്ധമില്ല കേട്ടോ, പാൽ ചായ ആവശ്യമില്ല. അപ്പം നമ്മൾ കടും ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഇക്കാനെ പോയി വിളിച്ചു. ഇക്ക എഴുന്നേറ്റപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സുക്കുമ്പി എണീറ്റ് വന്നിട്ട് എന്നും എഴുന്നേറ്റ് വരും, ഇങ്ങനെ വന്ന് കിടന്നങ്ങ് ഉറങ്ങും, ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നുമില്ല. അതിനുശേഷം ഞാൻ 2 അപ്പം എടുത്തു. അപ്പം ഒന്നും കഴിക്കലില്ല, ഞാൻ കടും ചായ മാത്രമേ കുടിക്കുള്ളൂ. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കഴിച്ചത്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിക്കാത്ത എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം വൊമിറ്റ് ചെയ്യാൻ തോന്നും. എന്ത് ഇടത്താഴം കഴിച്ചാലും എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കഴിക്കാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കിടന്നത്. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ, രാവിലെ എണീക്കുമ്പോൾ ഇരട്ടി പണി കിട്ടും. അങ്ങനെ ഇക്കായും സുക്കുമ്പിയും പോയി കിടന്നു. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത്. എൻ്റെ ചായ നന്നായിട്ട് ആറിയിട്ടാണോ കുടിക്കണത്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഊതി കുടിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു, 5:15 ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചിരുന്ന് മുസായിബ് ഓതി. അതിനുശേഷം ഞാൻ ബാങ്ക് വിളിച്ചപ്പോൾ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 9 മണി, 9:30, 9:45, 10 മണി വരെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി.